എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറ്റൊന്നുമല്ല നോക്കാൻ പോകുന്നത് നമ്മുടെ റോറോ നോവ സോറോ അതുപോലെ തന്നെ അഡ്മിറൽസും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അതിൽ ആരായിരിക്കും വിജയിക്കുക. ഇപ്പോഴത്തെ 3 അഡ്മിറൽസിനെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ വീഡിയോ മുഴുവൻ എനിക്ക് കാണുക. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്, 50 സബ്സ്ക്രൈബേഴ്സ്. ഈ ടാർഗറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ സോറോനെ കുറിച്ച് നോക്കാം. സോറോയുടെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ ഒരു മെയിനായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിങ്ങുമായിട്ടുള്ളതാണ്. ആ ഫൈറ്റിന് ശേഷം നമ്മുടെ റോറോ സോറോ വളരെ പവർഫുള്ളായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കോൺഗ്രസ് ആക്കി നമ്മുടെ സോറോ എവേക്കൻ ചെയ്തിട്ടുമുണ്ട്. അതോടുകൂടി നമ്മുടെ സോറോനുണ്ടായിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഒരു സംഭവത്തോടുകൂടി പലരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സോറോ വളരെ പവർഫുള്ളാണെന്ന്. ചില കൂട്ടുകാരൊക്കെ പറയുന്നത് കാണാൻ നമ്മുടെ സോറോ ഇപ്പോൾ ഏകദേശം ഒരു അഡ്മിറൽ ലെവലായി മാറിയിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ നമ്മുടെ സോറോനെ ഒരു അഡ്മിറലിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ നമുക്കതൊന്ന് നോക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കീസരുവിനെ നോക്കാം. നമ്മുടെ കീസരു നമുക്കറിയാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്മിറലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലമായിട്ട് നിലനിന്ന് വരുന്ന ഒരു അഡ്മിറൽ കൂടിയാണ് നമ്മുടെ കീസരു. കീസറുടെ കയ്യിലായിക്കോട്ടെ നമ്മുടെ വൺ ഓഫ് ദ പവർഫുൾ ഡെവിൽ ഫ്രൂട്ട് ആയിട്ടുള്ള പിക്ക നോമി എന്ന് പറയുന്ന ഡെവിൽ ഫ്രൂട്ടും ഉണ്ട്. ഈ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ കീസറുവിന് ലൈറ്റിൻ്റെ സ്പീഡ് സഞ്ചരിക്കാനും പല എബിലിറ്റീസും നൽകുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എഗട്ട് ആർക്കിൽ നമ്മുടെ കീസരുവും ലൂഫിയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ നമ്മുടെ കീസരു ആയിക്കോട്ടെ നമ്മുടെ ലൂഫിയുടെ ഗിയർ 5 പോയിട്ട് പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ലൂഫിയുടെ ഗിയർ 5 പോയിട്ട് നമ്മുടെ കീസരുവിന് സീരിയസ് ആവാതെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സോറോന് നമ്മുടെ കീസറുമായിട്ട് പിടിച്ചിന്ന് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? അതിൻ്റെ ഉത്തരം മറ്റൊന്നുമില്ല, ഇല്ല. കാരണം നമ്മുടെ സോറോ ഇപ്പോൾ അത്രമാത്രം പവർഫുൾ ആയിട്ടൊന്നും മാറിയിട്ടില്ല. നമ്മുടെ കീസറുമായിട്ട് നമ്മുടെ സോറോ ഒരു സീരിയസ് ബാറ്റിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഫൂജിഡോറയും അതുപോലെ തന്നെ ഗ്രീൻ ബുള്ളുമാണ്. നമുക്ക് ആദ്യം ഫൂജിഡോറയെ നോക്കാം. ഫൂജിഡോറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫൂജിഡോറയുടെ കയ്യിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഡെവിൽ ഫ്രൂട്ട് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഫൂജിഡോറ ഒരു കണ്ണ് കാണാത്ത ആളാണ്. കാണാത്ത ആളല്ല, ആദ്യം കാണുമായിരുന്നു, പിന്നെ കണ്ണ് കാണാതെ ആക്കിയതാണ്. നമ്മുടെ ഫൂജിഡോറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫൂജിഡോറ ഒരു അഡ്മിറലായി മാറിയത് എല്ലാവരും അഡ്മിറലാകുന്ന രീതിയിലല്ല. നമുക്കറിയാം, ഒരു അഡ്മിറലായി മാറണമെങ്കിൽ പല രീതിയിലുള്ള പ്രൊമോഷൻസും കിട്ടിയാണ് നമ്മുടെ അഡ്മിറലായി മാറുക. പക്ഷേങ്കിൽ ഫൂജിഡോറ അങ്ങനെയല്ല അഡ്മിറലായത്, നേരിട്ട് അഡ്മിറൽ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഫൂജിഡോറ എത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നു. നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ഫൂജിഡോറിൻ്റെ പവർ കണ്ട് ഇമ്പ്രസീവായിട്ടാണ് ഇങ്ങനൊരു പ്രൊമോഷൻ നമ്മുടെ ഫൂജിഡോറക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രസ്സോസ് ആർക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫൂജിഡോറയോ അതുപോലെ തന്നെ നമ്മുടെ റോറോ നോവ സോറോ തമ്മിലുള്ളൊരു ഫൈറ്റ്. പക്ഷേങ്കിൽ ഈ ഫൈറ്റ് ഒരു സീരിയസ് ആയിട്ടുള്ള ഫൈറ്റോ ഒന്നും തന്നെ ആയിരുന്നില്ല. എന്നിരുന്നാലും ആ ഫൈറ്റിൽ ചെറിയൊരു എഡ്ജ് നമ്മുടെ ഫൂജിഡോറക്ക് തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഫൂജിഡോറ ഇതുവരെ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീന് പോലും നമ്മുടെ വൺ പീസിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫൂജിഡോറ എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മുടെ ഫൂജിഡോറക്ക് ഒരു അഡ്മിറൽ സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫൂജിഡോറ വളരെ പവർഫുൾ ആകാൻ തന്നെയാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സോറോനെ എന്തായാലും നമ്മുടെ ഫൂജിഡോറയെ ഡിഫീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഒരു സീരിയസ് ഫൈറ്റ് ഉണ്ടാകുകയാണെങ്കിൽ കുറേ സമയത്തേക്ക് നമ്മുടെ സോറോനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ സോറോ ഇനിയും പവർഫുൾ ആകാൻ തന്നെ വേണം. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഗ്രീൻ ബുൾ. നമുക്കറിയാം, ഗ്രീൻ ബുൾ വളരെ പവർഫുള്ളാണ്. പക്ഷേങ്കിൽ നമ്മുടെ വാനോലുള്ള ഗ്രീൻ ബുള്ളിൻ്റെ പെർഫോമൻസോടെ നമ്മുടെ ഗ്രീൻ ബുള്ളിനെ പലരും വളരെ വീക്കായിട്ടാണ് കാണുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഷാങ്ക്സ് ആണ്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷാങ്ക്സ് എത്രമാത്രം പവർഫുള്ളാണെന്ന്. ഒരു അഡ്മിറൽസിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഷാങ്ക്സ് അതിൽ എത്രയോ അധികം പവർഫുള്ളാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു അഡ്മിറലിന് പോലും ഷാങ്ക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ ഷാങ്ക്സ് കാരണമാണ് നമ്മളെ ഗ്രീൻ ബുൾ നമ്മൾ ഇത്രയും വീക്കായിരിക്കുമെന്ന് ചിന്തിക്കാൻ കാരണം. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്ക്, നമ്മുടെ മെറീഷുവിൽ നമ്മളെ ഗ്രീൻ ബുള്ളും അതുപോലെ തന്നെ ഫൂജിഡോറയും തമ്മിലാണ് ആ ഫൈറ്റിന് ശേഷമാണ് നമ്മളെ ഗ്രീൻ ബുൾ നേരിട്ട് നമ്മുടെ വാനോയിലേക്ക് പോകുന്നത്. പക്ഷേ വാനോയിലേക്ക് പോകുന്ന ആ ടൈമിൽ നമ്മുടെ ഗ്രീൻ ബുള്ളിൻ്റെ ദേഹത്തായിക്കോട്ടെ ഒരു തരത്തിലുള്ള സ്കാറോ ഒന്നും തന്നെ ഇല്ല. ഇതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഗ്രീൻ ബുള്ളിൻ്റെ ഡെവിൽ ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ഡെവിൽ ഫ്രൂട്ട് കൊണ്ട് ഏറ്റവും നല്ലൊരു ഉപകാരം നമ്മുടെ ഗ്രീൻ ബുള്ളിനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള റീജനറേഷൻ പവർ നമ്മുടെ ഗ്രീൻ ബുള്ളിനുണ്ട്. നമ്മളത് വാനോയിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ മൊമനോസ്കിൻ്റെ അറ്റാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ യാമട്ടോൻ്റെ കോൺഗ്രസ് ആക്കി കോട്ട് ചെയ്ത് ചില അറ്റാക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഗ്രീൻ ബുൾ വളരെ ഈസി ആയിട്ടാണ് ഓവർകം ചെയ്തത്. അതുമാത്രമല്ല, അവിടെ വെച്ച് നമ്മുടെ കിങ്ങിനെയും ക്യൂവിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോസുക്കി സാമുറായിസിനെ അവരെയും വളരെ ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഗ്രീൻ ബുൾ നമ്മൾ വിചാരിക്കുന്നതിൽ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ ബുള്ളിനെ ഇപ്പോൾ നമ്മുടെ സോറോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ അനിമയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറാൻ താല്പര്യമുണ്ട്, കയറുക. പിന്നെ എല്ലപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ വിളിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ എത്തി നോക്കുക. നമ്മുടെ മറ്റൊരു കാണുന്നവരെ ബൈ.